2025 JEE മെയിൻ്റെ ജാനുവരി സെഷനിൽ ഇനി അറൗണ്ട് 70 to 75 ഡേയ്സ് മാത്രമാണുള്ളത്. അപ്പോൾ എല്ലാ ആസ്പിറൻസും ഈ ഒരു മൊമെൻറ്റിൽ ടൈം ക്രഞ്ച് വളരെയധികം സഫർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചുരുങ്ങിയ സമയത്ത് നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സ് ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാനുള്ളൊരു സ്മാർട്ട് സ്ട്രാറ്റജി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. അതായത് JEE കെമിസ്ട്രിയിൽ മസ്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. Myself Ajnas and I am a well-wisher in your IIT NIT dreams and welcome to IITricks. സോ നമുക്ക് എല്ലാവർക്കും അറിയാം JEE മെയിലെ കെമിസ്ട്രി സെക്ഷൻ എന്ന് പറയുന്നത് ഈവൻ നീറ്റ് ആസ്പിറൻസ് പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ JEE മെയിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. എന്നാലും എന്താണ്, ചില ആസ്പിറൻസ് ആവറേജ് മാർക്സോ അല്ലെങ്കിൽ ബിലോ ആവറേജ് മാർക്സോ സ്കോർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് എന്ത്, കെമിസ്ട്രി. കാരണം അവർ ചിലപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വീക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ വീക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇനോർഗാനിക്കിൽ വീക്ക് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ആസ്പിറൻസ് മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ എന്തായാലും കാണുക. കാരണം ഇതുവഴി നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പ്രൈമറി ആയിട്ട് പഠിക്കണം എന്നുള്ളൊരു ആസ്പെക്റ്റ് ആണ് നമ്മൾ ബേസിക്കലി നോക്കാൻ പോകുന്നത്. അതിൻ്റെ വെയിറ്റേജും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ടോട്ടൽ JEE മെയിൻ്റെ മാർക്സ് എന്ന് പറയുന്നത് 300 ആണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റ് 100 മാർക്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ടോട്ടൽ 300 വരുന്നത്. അതിൽ 100 മാർക്സ് എന്താണ്, കെമിസ്ട്രിയിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ 100 മാർക്സിൽ ഒരു 78ഓളം മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിലെ ട്രെൻഡ് പ്രകാരം നിങ്ങൾ എവിടെ എത്തുന്നുണ്ടാവും, കെമിസ്ട്രിയിലെ 99.5% നിങ്ങൾ എത്തുന്നുണ്ടാവും. ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സബ്ജക്റ്റിലും ഇത്രത്തോളം അല്ലെങ്കിൽ ടോട്ടൽ മാർക്സ് ഒരു 99.5ൻ്റെ മുകളിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, അത്രത്തോളം പെർസെൻറ്റേജ് കിട്ടുന്നുണ്ടെങ്കിൽ ടോപ്പ് NITs ആയ NIT ട്രിച്ചി, NIT സൂറത്കലിലൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ JEE അഡ്വാൻസിലോട്ട് നിങ്ങൾക്ക് ഈ ജാനുവരി തൊട്ട് തന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ JEE മെയിൻ്റെ ജാനുവരി സെഷൻ മാക്സിമം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്മാർട്ട് സ്ട്രാറ്റജി ഇവിടെ പ്രിപ്പയർ ചെയ്തത്, എസ്പെഷ്യലി ലാസ്റ്റ് ഡേയ്സിൽ എന്താണ് നമുക്ക് എസ്പെഷ്യലി +2 സ്റ്റുഡൻസിന് ഫേസ് ചെയ്യുന്ന ഒന്നാണ് ടൈം ക്രഞ്ച്. അപ്പോൾ അതൊക്കെ മറികടക്കാനുള്ള സ്മാർട്ട് സ്ട്രാറ്റജിയാണ് താഴെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 60% മാർക്സ് ഈ പറയുന്ന 14 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 14 ഡിഫറെൻറ്റ് ഏരിയാസിൽ നിന്നാണ് കെമിസ്ട്രിയിൽ ചോദ്യം ചോദിക്കാറ്. അപ്പോൾ പ്രൈമറിലി നമ്മൾ ഈ ഇമ്പോർട്ടൻസ് ഏതിന് കൊടുക്കണം, ഈ 14 ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തതിന് ശേഷമായിരിക്കണം ബാക്കി ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇവിടെ ഈ പറയുന്ന 14 ചാപ്റ്റേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ 14 ഏരിയാസ് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഏരിയാസിലോട്ട് നിങ്ങൾ കടക്കാൻ. അതിനർത്ഥം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ബാക്കി ഏരിയാസ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല, അതും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ പാഠത്തിൽ നിന്നും ജനറൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്, P ബ്ലോക്ക് എലമെൻറ്റ്സ്, ഇതിൽ നിന്ന് എന്താണ് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും 5%-ലധികം ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് മാത്രം അപ്പോൾ എത്ര വരും, 15%ഓളം വെയിറ്റേജ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സാണ് ഇക്വിലിബ്രിയം, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോണ്, പിന്നെ കാർബോക്സിലിക് ആസിഡ്, ഹൈഡ്രോ കാർബൺസ്, കെമിക്കൽ ബോണ്ടിങ്. ഈ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും മിനിമം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4% വെയിറ്റേജ് വരുന്നുണ്ട്. പിന്നെ താഴെ പറയുന്ന ചാപ്റ്റേഴ്സായ D ആൻഡ് F ബ്ലോക്ക്, കെമിക്കൽ ബോണ്ടിങ്, കെമിക്കൽ കൈനറ്റിക്സ്, അമൈൻസ്, പിന്നെ മോൾ കൺസെപ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കൂടുതലും എന്താണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നുള്ള ചാപ്റ്റേഴ്സാണ്. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും 3%-ലധികം വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയാൽ തന്നെ നിങ്ങൾ കെമിസ്ട്രിയിലൊരു 60% വെയിറ്റേജിലധികം നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ നിങ്ങൾക്ക് ബാക്കി ചാപ്റ്റേഴ്സും ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി +2 സ്റ്റുഡൻസിനോടാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ ചാപ്റ്റേഴ്സ് പ്രൈമറിലി കവർ ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങളുടെ ബോർഡ് എക്സാം, പ്രാക്ടിക്കൽസ്, ബാക്കി ക്ലാസ്, സ്പെഷ്യൽ ക്ലാസ് അതെല്ലാം ഇപ്പോൾ വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈം ക്രഞ്ചുള്ള മൊമെൻറ്റിൽ ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ പ്രൈമറി ഫോക്കസ് കൊടുത്തുകൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ബാക്കി ചാപ്റ്റേഴ്സിലോട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അഗൈൻ എൻ്റെ ഒറ്റ കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതായത് സ്മാർട്ട് സ്ട്രാറ്റജി, ലെസ് എഫോർട്ട് കൊടുത്തുകൊണ്ട് മാക്സിമം ഗെയിൻ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾ എവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, PYQs ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു അനാലിസിസ് നടത്തുക. അല്ലെങ്കിൽ
ഓൾറെഡി യൂട്യൂബിലൊക്കെ എന്താണ് ഇതിന് അനാലിസിസ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ PYQs നിന്ന് നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും ആ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് 1 ആയിക്കോട്ടെ, ടോപ്പിക് 2 ആയിക്കോട്ടെ. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും സ്പെഷ്യൽ ഏരിയാസ് ഉണ്ടാവും. അതിന് മാക്സിമം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ടോപ്പിക്കിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാനുവരി സെഷനിൽ തന്നെ നിങ്ങൾക്ക് ഒരു ടോപ്പ് NITയും അഷ്യൂർ ചെയ്യാൻ പറ്റും. കൂടാതെ JEE അഡ്വാൻസ് പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.